തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണത്തിൽ നാടകീയ വഴിത്തിരിവ്. കാണാതായ ശസ്ത്രക്രിയാ ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ ഇതേ ഉപകരണം 2-ാം തീയതി വാങ്ങിയ ബില്ലും ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ഹാരിസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയുള്ള അധികൃതരുടെ ഇപ്പോഴത്തെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം കൂടി ആരോപിച്ചതോടെ വിവാദം പുതിയ തലത്തിലെത്തുകയാണ്. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റത്തിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത ആദ്യ കുറ്റം. പക്ഷേ ഇന്നത്തെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഈ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഹാരിസ് എന്തോ കാര്യമായ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇത്തരത്തിലൊരു ആരോപണം നടക്കുകയും അതിനുശേഷം ഒരു അന്വേഷണം നടത്തി ഇതിനൊരു ശസ്ത്രക്രിയാ ഉപകരണം അവിടെ നിന്ന് കാണാതായി എന്നായിരുന്നു തുടക്കത്തിൽ അന്വേഷണ സമിതി കണ്ടെത്തിയത്. അതിനുശേഷം ഈ ഒരു ആഭ്യന്തര കമ്മിറ്റി, അതായത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കം നടത്തിയ പരിശോധനയിൽ ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് വെച്ചാൽ 3 തവണ ഈ ഒരു പ്രിൻസിപ്പൽ അടങ്ങുന്ന അന്വേഷണ സംഘം ഈ ഒരു യൂറോളജി വിഭാഗത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. അതായത് 2-ാം തീയതി നടത്തിയ പരിശോധനയിൽ യൂറോളജി വിഭാഗം മുഴുവനായും, പിന്നീട് 6-ാം തീയതി നടത്തിയതിൽ ഈ ഒരു ഡോക്ടർ ഹാരിസിന്റെ മുറിയടക്കം ഉൾപ്പെടുത്തിയുള്ള പരിശോധനയാണ് നടത്തിയത്. ഈ 6-ാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കാണാതായ ഉപകരണം കണ്ടെത്തുന്നത്. പക്ഷേ അന്ന് ഈ ഒരു ഉപകരണത്തിന്റെ ഫോട്ടോ എടുക്കുകയും ഈ കാണാതായ ഉപകരണത്തിന്റെ പഴയ ഫോട്ടോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു സംശയം നിലനിൽക്കുന്നതിന് അനുസരിച്ച് അതിന് പിന്നീട് 7-ാം തീയതി പിന്നീടും ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഈ ഒരു പുതിയൊരു ബോക്സ് ഈ ഒരു മുറിയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതായത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് മറ്റൊരു ബോക്സ് സംശയാതീതമായി കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു സംശയത്തിന്റെ പുറമെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ ഒരു ബോക്സ് പരിശോധിച്ചപ്പോൾ ഈ ബോക്സിൽ നിന്നും ഈ ഒരു കാണാതായ ഉപകരണം 2-ാം തീയതി ഈ വാങ്ങിയതിന്റെ ഒരു ബില്ല് ഇത്തരത്തിൽ ഈ ബോക്സിൽ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ ഒരു ഉപകരണം, കാണാതായ ഉപകരണം പിന്നീട് വാങ്ങി അവിടെ വെച്ചതാണോ എന്നൊരു സംശയമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കം ഉന്നയിക്കുന്നത്. അതായത് അത്തരത്തിലൊരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല CCTV പരിശോധന നടത്തിയ സമയത്ത് ഈ ഒരു CCTV പരിശോധനയിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് ഒരു അജ്ഞാതൻ, അതായത് അനുവാദമില്ലാതെ ഒരാൾ കയറുന്നത്, അതായത് പൂട്ട് പൊളിക്കാതെ തന്നെ പൂട്ട് തുറന്ന് അകത്തേക്ക് കയറുന്ന ഒരു ദൃശ്യം ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതായത് ഇതിൽ അടിമുടി ഒരു ദുരൂഹത വീണ്ടും നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഉപകരണം കാണാതാകുന്നു, ആ ഉപകരണം ആഭ്യന്തര അന്വേഷണത്തിൽ അവിടെ നിന്ന് തന്നെ കണ്ടെത്തുന്നു. പക്ഷേ ആ ഉപകരണം വീണ്ടും പുതുതായി ഈ ഒരു ആശുപത്രിയിൽ കൊണ്ടുവച്ചതാണോ എന്നുള്ള സംശയത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ആര് കൊണ്ടുവച്ചതാണ്, ഈ ഒരു മറ്റൊരു സവിശേഷമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉപകരണം കണ്ടെത്തിയ, അതായത് ഈ ബില്ല് കണ്ടെത്തിയ ബോക്സിനകത്തുള്ളത് മറ്റൊരു ഉപകരണമാണ്. അതായത് ഈ കാണാതായ ഉപകരണം അല്ല ആ ബോക്സിനകത്തുള്ളത്. അതിന് യൂറോളജി തന്നെ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഈ ഒരു പെട്ടിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ബില്ല് മാത്രമാണ് ആ പെട്ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഡോക്ടർ ഹാരിസ് ഈ ഒരു പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ തനിക്കെതിരെ തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് മുൻകൂട്ടി തന്നെ ഈ ഒരു KGMCTക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഈ ഒരു തൻ്റെ ഔദ്യോഗിക മുറിയുടെ പൂട്ട് മാറ്റി സ്ഥാപിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം, പോലീസ് അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു വിശദീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ ഹാരിസിനൊപ്പമെന്ന് KGMCTA. ഹാരിസിനെ കുടുക്കാനാണോ ശ്രമം എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. HODയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയില്ല. സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ഇതിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും KGMCTA നേതാക്കൾ അറിയിച്ചു. കൃത്യമായി തീരുമാനിച്ച് ഞങ്ങൾ മീഡിയയെ അറിയിക്കുന്നതായിരിക്കും. അതോറിറ്റീസിനെയും ക്ലിയറായിട്ട് ഞങ്ങൾ അറിയിക്കും.
അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ്സ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു HOD എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിനൊരിക്കലും KGMCT കൂട്ടു നിൽക്കുകയില്ല, അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത്, അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ പ്രസ് റിലീസും ചിലപ്പോൾ പ്രസ് മീറ്റ് നാളെ നടത്തുന്നതായിരിക്കും. KGMCTയുടെ വിശദീകരണമാണ് കേട്ടത്. ഡോക്ടർ റോസ്നാര ബീഗമാണ് സംസാരിച്ചത്. ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഡോക്ടറുടെ മേൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ. എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന, ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം.